മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഈ ലാസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് തേർഡ് എപ്പിസോഡിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. തീർച്ചയായും തേർഡ് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ നാലാമത്തെ എപ്പിസോഡ് കാണുക. ഇന്ന് ചെയ്യുന്നതും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് തന്നെയാണ്. തീർച്ചയായും ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അത്രയ്ക്ക് സിമ്പിൾ ആണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. സോ എന്താണ് കണ്ടീഷൻ? ടു ഇവന്റ്സ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഇഫ് എന്താണ് കണ്ടീഷൻ? Probability of A intersection B equal to probability of A into probability of B. അതാണ് കണ്ടീഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എഴുതിക്കോളൂ. Probability of solving a specific problem independently by A and B are 1/2, 1/3 respectively. If both try to solve the problem independently, find probability that first case exactly one solve the problem. Second case the problem is solved. എന്താണ് കഥ? Probability of solving a problem independently by two persons എന്നാകാം. ടു എന്താണ്? ഇൻഡിവിജ്വൽസ് എന്നോ എന്ത് വേണോ ആകാം. ഹിയർ എന്താണ്? എയും ബിയും ഒരു പ്രോബ്ലം ഇൻഡിപെൻഡന്റ് ആയിട്ട് സോൾവ് ചെയ്യാനുള്ള സാധ്യതകൾ തന്നിട്ടുണ്ട്. എന്താണ്? 1/2 ആൻഡ് 1/3. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് ദ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി ബൈ എ എന്ന് പറയുന്നത് എന്തെന്ന് അസ്യൂം ചെയ്യുക? പി ഓഫ് എ. സോ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന ആൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്? 1/2. സിമിലർലി പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് ദ പ്രോബ്ലം ബൈ ബി. ബി എന്താണ്? ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? 1/3. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് ദ പ്രോബ്ലം ബൈ എ. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് ദ പ്രോബ്ലം ബൈ എന്താണ്? ബി. Now, what is P of A complement? ഇതിന്റെ മീനിങ് എന്താണ്? എ എന്ന ആൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത, probability that the problem is not solved by A, that is P of A complement. അത് കാണുന്ന ഫോർമുല 1 minus P of A that is equal to 1 minus P of A. നിങ്ങൾക്കറിയാം 1/2. 1 minus 1/2 എന്ത് തന്നെയാണ്? 1/2. Similarly, what is P of B complement? The probability that the problem is not solved by B. B എന്ന ആൾ അല്ലെങ്കിൽ B എന്ന സംഗതി എന്താണ്? ആ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി that is P of B complement which is equal to 1 minus P of B that is equal to 1 minus what is P of B തന്നിട്ടുണ്ട്? 1/3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 minus 1 2/3 എന്ന് കിട്ടും. ഈ രണ്ട് സംഗതികളും നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് കണ്ടുപിടിച്ച് വെച്ചതാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് കേസ് എന്താണ് നമുക്ക് കാണേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം. എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം ഈക്വൽ ടു എന്താണ് കാണേണ്ടത്? ഇവിടെ രണ്ടാൾക്കാരുണ്ട്, എയും ബിയും. ഇതിൽ ഏതെങ്കിലും ഒരാൾ മാത്രം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? What is the probability that exactly one solve the problem? What are the possibilities? A solve ചെയ്യുന്നു and B solve ചെയ്യുന്നില്ല. A solve ചെയ്യുന്നു, B solve ചെയ്യുന്നില്ല. ഓ അല്ലെങ്കിൽ മറ്റൊരു സാധ്യത, A solve ചെയ്യുന്നില്ല, ആര് സോൾവ് ചെയ്യുന്നു? B സോൾവ് ചെയ്യുന്നു. എക്സാക്ട്ലി വൺ ഒരാളെ സോൾവ് ചെയ്യാവൂ. അപ്പോ A സോൾവ് ചെയ്യുമ്പോൾ B സോൾവ് ചെയ്യാൻ പാടില്ല. എ സോൾവ് ചെയ്തില്ല എങ്കിൽ ആര് സോൾവ് ചെയ്യണം? ബി സോൾവ് ചെയ്യണം. ദീസ് ആർ ദ ടു ഡിഫറെന്റ് പോസിബിലിറ്റീസ്. ഇതിന്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. ഇവിടെ എയും ബിയും എന്താണ്? ഈ പ്രോബ്ലം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതാണ് കണ്ടീഷൻ. അത്രേ ഉള്ളൂ. സോ we have to find probability that exactly one solve the problem. That means we have to find probability of
എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നാണ്. ഈ രണ്ട് സംഗതികളും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും പ്ലസ് ഇട്ട് എഴുതാം. പ്ലസ് നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ്, മറ്റൊരു പോസിബിലിറ്റി എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതാണ് പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഇത്, മറ്റൊരു പോസിബിലിറ്റി ഇത്. അപ്പൊ ഇവന്റെ പ്രോബബിലിറ്റി എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്, ആൻഡ് എന്ന ഐഡിയ വന്നാൽ ഇൻഡു ഇടുക, നിങ്ങൾക്കറിയാം. അടുത്തത് എന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. നിങ്ങൾക്കറിയാം ഹിയർ എയും ബിയും എന്താണ്? ഇൻഡിപെൻഡന്റ് കേസസ് ആണ്. സോ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ റിസൾട്ട് പ്രൂവ് ചെയ്തു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സിംപ്ലി എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇന്റർസെക്ഷനെ ഇൻഡു ആക്കി എഴുതാം. കണ്ടീഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻഡു പി ഓഫ് ബി കോംപ്ലിമെന്റ് പ്ലസ്, സിമിലർലി എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബിയും എന്ത് തന്നെയാണ്? ഇൻഡിപെൻഡന്റ്. സോ ഇന്റർസെക്ഷനെ ഇൻഡു ആക്കി എഴുതാം. പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻഡു പി ഓഫ് ബി. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെയുള്ള പി ഓഫ് ബി കോംപ്ലിമെന്റിനും എ കോംപ്ലിമെന്റിനും വാല്യൂ കാണാനാണ് ഓൾറെഡി നമ്മൾ ഇത് കണ്ടുപിടിച്ച് വെച്ചത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. പി ഓഫ് എ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എന്താണ്? 2/3 പ്ലസ് നെക്സ്റ്റ് പി ഓഫ് എ കോംപ്ലിമെന്റ്. പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ത് തന്നെയാണ്? 1/2 ഇൻറ്റു നെക്സ്റ്റ് പി ഓഫ് ബി ദാറ്റ് ഈസ് എന്താണ്? പി ഓഫ് ബി ഗിവൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/3 ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ ഡിനോമിനേറ്റർ 6, ഇവിടെ ഡിനോമിനേറ്റർ 6, ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 2 + 1, 1 × 2, 2 + 1, 3/6. 3/6 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം ഈസ് എന്താണ്? 1/2. വെരി വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? എ സോൾവ് ചെയ്യുന്നു, ബി സോൾവ് ചെയ്യുന്നില്ല. ഓ എ സോൾവ് ചെയ്യുന്നില്ല, ബി സോൾവ് ചെയ്യുന്നു. ഓ വൺ മോർ പോസിബിലിറ്റി, എയും സോൾവ് ചെയ്യുന്നു, ബിയും സോൾവ് ചെയ്യുന്നു. സോ പ്ലസ് പി ഓഫ് എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി. എന്നിട്ട് ഇൻഡിപെൻഡന്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്താം. ഇത് ഒരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു. നോക്കിക്കോ. വി ഹാവ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ശരിയല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. ഇതിന്റെ നോട്ട് ആൻ ഇവന്റ് എ എന്ന പോസിബിലിറ്റി എഴുതാം 1 മൈനസ് കൊടുക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വി ഹാവ് ടു ഫൈൻഡ് probability that problem is solved, which is equal to 1 minus probability that ഇതിന്റെ ഓപ്പോസിറ്റ് കേസ്, ഇതിന്റെ കോംപ്ലിമെന്റ് വരുന്ന കേസ്. ഇത് ആരെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? ആരും സോൾവ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് none of them solve the problem. None of them solve the problem. കഥ പിടികിട്ടിയായിരുന്നോ? We have to find probability that the problem is solved, which is equal to 1 minus probability that ഇതിന്റെ കോംപ്ലിമെന്റ് വരുന്ന കേസ്, the opposite meaning none of them solve the problem, that is equal to 1 minus probability that none of them solve the problem. എന്ന് പറഞ്ഞാൽ എയും സോൾവ് ചെയ്യുന്നില്ല ആൻഡ് ബിയും സോൾവ് ചെയ്യുന്നില്ല. എയും ചെയ്യുന്നില്ല, ബിയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ആൻഡ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇത് കണ്ടാൽ പോരെ. which is equal to, again നമുക്കറിയാം, if A and B are independent events, then both A complement and B complement are also independent. എയും ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെന്ന് കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തു. പ്രൂഫ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഓക്കെ, പ്രോബ്ലവും ഇമ്പോർട്ടന്റ് തന്നെയാണ് ആ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്തെഴുതാം? എയും ബിയും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ്. സോ ഇന്റർസെക്ഷനെ ഇൻഡു ആക്കി എഴുതാം. പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻഡു പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് what is P of A complement? നിങ്ങൾക്കറിയാം 1/2 into P of B complement എന്താണ്? 2/3. P of B complement 2/3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് ഇവിടെ 2 2 ക്യാൻസൽ ചെയ്താൽ 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2/3 എന്ന് കിട്ടും. 1 മൈനസ് 1/3 എന്താണ്? 2/3.
ഈ മെത്തേഡ് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടത്തെ പ്ലസ് ഒരു കേസ് കൂടെ ഉണ്ടല്ലോ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ആ രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. അപ്പോഴും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? 2/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 2 balls are drawn at random with replacement from a box containing 10 black and 8 red balls. Find probability that first case both the balls are red. Second case, first ball is black and second is red. Third case, one of them is black and the other is red. 3 പോസിബിലിറ്റീസ് ഉണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടുത്തെ കഥ എന്താണ്? 2 balls drawn at random with replacement, very very important term, with replacement from a box containing 10 black and 8 red balls. എന്താണ്? ഒരു ബോക്സിനകത്ത് 10 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, 8 റെഡ് ബോൾസ് ഉണ്ട്. 10 ബ്ലാക്ക് ആൻഡ് 8 റെഡ് ബോൾസ്. എനിക്ക് എന്ത് ചെയ്യണം? 2 ബോൾ എടുക്കണം. ഒരുമിച്ച് 2 ബോൾ എടുക്കുന്ന കഥയല്ല. ആദ്യം ഞാൻ ഒരു ബോൾ എടുക്കുന്നു, നോക്കുന്നു റെഡ് ആണോ ബ്ലാക്ക് ആണോ, ആ ബോൾ തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും മറ്റൊരു ബോൾ എടുക്കുന്നു. ഇങ്ങനെ വേണം 2 ബോൾ എടുക്കാൻ. അതുകൊണ്ടാണ് 10 ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം. വിത്ത് റീപ്ലേസ്മെന്റ്, ആദ്യം ഒരു ബോൾ എടുത്തു, റെഡ് ആണോ ബ്ലാക്ക് ആണോ നോക്കി തിരിച്ച് റീപ്ലേസ് ചെയ്തു. അടുത്ത് വീണ്ടും ഒന്നാണ്, മറ്റൊരു കേസാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കേസാണ്. സോ ആ സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കണം, ഇത് ഇൻഡിപെൻഡന്റ് കേസ് ആണ്. വിത്ത് റീപ്ലേസ്മെന്റ് വന്നാൽ അതെന്താണ്? ഇൻഡിപെൻഡന്റ് കേസ് ആണ് എന്ന് ഉറപ്പിക്കാം. ഹിയർ ഫസ്റ്റ് കേസ് വി ഹാവ് ടു ഫൈൻഡ് probability that both the balls are red. ഞാൻ 2 ബോൾ എടുക്കുന്നു, ആ 2 ബോളും റെഡ് ആകാനുള്ള പോസിബിലിറ്റി എന്താണ്? We have to find probability that both the balls are red. That means we have to find probability that ആദ്യം ഞാൻ ഒരു ബോൾ എടുക്കുന്നു, അതെന്തായിരിക്കണം? റെഡ്. അത് R1 എന്ന് കൊടുക്കുന്നു. ആദ്യം എടുക്കുന്ന ബോൾ റെഡ് ആകുകയാണെങ്കിൽ അതിന്റെ എന്താണ് ഇവന്റ്? R1 എന്ന് കൊടുത്തു. ആൻഡ് ഇന്റർസെക്ഷൻ, രണ്ടാമതൊരു ബോൾ എടുക്കുന്നു, അതും എന്താണ്? റെഡ് ആണ്. അതെന്താണ്? രണ്ടാമത് എടുക്കുന്നുണ്ട്, R2 എന്ന് കൊടുക്കുന്നു. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് R1 ഇന്റർസെക്ഷൻ R2. ആദ്യം എടുക്കുന്ന ബോളും റെഡ് ആയിരിക്കണം, രണ്ടാമത് എടുക്കുന്ന ബോളും റെഡ് ആയിരിക്കണം. ബോത്ത് ദ ബോൾസ് ആർ റെഡ്. ഇതല്ലേ മാത്തമാറ്റിക്കൽ ഫോം? കഴിഞ്ഞു. ദീസ് ഇവന്റ്സ് ആർ എന്താണ്? ഇൻഡിപെൻഡന്റ്. വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ ഇൻറ്റു ആക്കി എഴുതാം. പി ഓഫ് R1 ഇൻറ്റു പി ഓഫ് R2 എന്ന് എഴുതാം. ഈക്വൽ ടു എന്താണ്? പ്രോബബിലിറ്റി ഓഫ് R1. ആദ്യം എടുക്കുന്ന ബോൾ റെഡ് ആകാനുള്ള പ്രോബബിലിറ്റി. മൊത്തം എത്ര ബോൾസ് ആണുള്ളത്? 10 + 8, 18 ബോൾസ്. അതിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? റെഡ് ബോൾ 10. സോറി 8. സോ ആൻസർ എന്താണ്? 8/18 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ പറയാം. മനസ്സിലാകാത്തവർക്ക് വേണ്ടി പ്രോബബിലിറ്റി ഓഫ് R1 എന്ന് പറഞ്ഞാൽ N ഓഫ് S, മൊത്തം ബോൾസിന്റെ എണ്ണം 18. അതിൽ റെഡ് ബോൾ എത്ര എണ്ണം ഉണ്ട്? 8. 8ൽ നിന്ന് ഒരു ബോൾ എടുക്കുക, 8C1, അതാണ് 8. അത് വളരെ ഈസി അല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ഇൻറ്റു ഞാനൊരു ബോൾ എടുത്തു, ഏത്? റെഡ് ബോൾ. അത് തിരിച്ച് റീപ്ലേസ് ചെയ്തു. ഇപ്പൊ ബോക്സിനകത്ത് വീണ്ടും എത്ര ബോൾ ഉണ്ട്? 18 ബോൾസ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ റെഡ് ബോൾ എടുക്കാനുള്ള സാധ്യത കാണുന്ന കേസിലും ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്ത് തന്നെയാണ്? 18. വീണ്ടും എടുത്ത റെഡ് തിരിച്ചിട്ടെ, അപ്പൊ റെഡ് ബോൾസിന്റെ എണ്ണം വീണ്ടും എത്ര തന്നെയാണ്? 8 തന്നെയാണ്. ആ 8ൽ നിന്ന് ഒരു റെഡ് എടുക്കുക, ദാറ്റ് മീൻസ് 8/18. 8ൽ നിന്ന് 1 എടുക്കുക, ദാറ്റ് ഈസ് 8C1, അതാണ് 8 എന്ന് എഴുതിയത്. ഈക്വൽ ടു എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതെന്താണ്? 4/9 ഇൻറ്റു 4/9 അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 16/81 എന്ന് കിട്ടും. നെക്സ്റ്റ് സെക്കൻഡ് കേസ്, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ബോൾ ഈസ് റെഡ്. എന്താണ് കാണേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ബോൾ എന്തായിരിക്കണം? ബ്ലാക്ക്. ആദ്യം എടുക്കുന്ന ബോൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഇവന്റ് B1 എന്ന് കൊടുത്തു. ആൻഡ് രണ്ടാമത് എടുക്കുന്ന ബോൾ എന്തായിരിക്കണം? റെഡ്. ആ ഇവന്റ് എന്താണ്? സെക്കൻഡ് ആയതുകൊണ്ട് R2. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് B1 ഇന്റർസെക്ഷൻ R2. ഞാൻ പറഞ്ഞല്ലോ വിത്ത് റീപ്ലേസ്മെന്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണ്, അപ്പോൾ ഇന്റർസെക്ഷൻ വന്നാൽ ഇൻറ്റു ആക്കി എഴുതാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് P of B1 ഇൻറ്റു P of R2 ഈക്വൽ ടു എന്ത് കിട്ടും? First of all, we have to find probability that the ball is taken is black. ഞാൻ എടുക്കുന്ന ബോൾ ബ്ലാക്ക് ആകാനുള്ള സാധ്യത. മൊത്തം ബോൾസിന്റെ എണ്ണം 18. അതിൽ നിന്ന് ഒരു ബ്ലാക്ക് എടുക്കണം. മൊത്തം എത്ര ബ്ലാക്ക് ഉണ്ട്? 10. 10ൽ നിന്ന് 1 എടുക്കുക, that means 10C1, that is 10. And
ഞാൻ എടുത്ത ബ്ലാക്ക് ബോൾ തിരിച്ച് റീപ്ലേസ് ചെയ്തു. വീണ്ടും ടോട്ടൽ ബോൾസ് എന്താണ്? 18. അടുത്ത് എനിക്ക് എന്തെടുക്കണം? രണ്ടാമത്തെ കേസിൽ റെഡ് ബോൾ. ടോട്ടൽ ബോൾസിന്റെ എണ്ണം 18 തന്നെ, മാറ്റമില്ല. എടുത്തത് തിരിച്ചിട്ടു. ഇനി രണ്ടാമത്തെ കേസിൽ എനിക്ക് എന്താണ് വേണ്ടത്? ഒരു റെഡ് ബോൾ. മൊത്തം 18 ബോൾ ഉണ്ട്, അതാണ് താഴെ എഴുതിയത്. അതിൽ നിന്ന് ഒരു റെഡ് ബോൾ. റെഡ് ബോൾ മൊത്തം എത്ര ഉണ്ട്? 8. ആ 8ൽ നിന്ന് 1, 8C1 that is 8 is equal to ക്യാൻസൽ ചെയ്യുമ്പോൾ 5/9 into 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 4/9 equal to 20 by എന്ത് കിട്ടി? 81 എന്ന് കിട്ടി. Third case, we have to find probability that one of them is black and the other is red. എനിക്ക് 2 ബോൾ എടുക്കണം, അതിലൊന്ന് ബ്ലാക്ക് ആകണം, മറ്റത് റെഡ് ആകണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? നേരത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? ആദ്യം എടുക്കുന്ന ബോൾ നിർബന്ധമായിട്ടും ബ്ലാക്ക്, സെക്കൻഡ് വൺ കമ്പൽസറി ആയിട്ട് എന്തായിരിക്കണം? റെഡ്. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഒന്ന് ബ്ലാക്ക് മറ്റത് റെഡ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? there are 2 possibilities. One probability that ആദ്യം എടുക്കുന്നത് ബ്ലാക്ക് ആൻഡ് രണ്ടാമത് എടുക്കുന്നത് റെഡ്. ഒരു പോസിബിലിറ്റി ഓ എന്ന് പറഞ്ഞാൽ പ്ലസ്. മറ്റൊരു പോസിബിലിറ്റി ആദ്യം എടുക്കുന്നത് എന്തായിരിക്കണം? റെഡ് ആൻഡ് രണ്ടാമത് എടുക്കുന്നത് എന്താണ്? ബ്ലാക്ക്. ഈ 2 പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ എന്താണ്? വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക്, ദ അതർ ഈസ് റെഡ്. ഒന്ന് ബ്ലാക്ക് മറ്റത് റെഡ് ആവണം. അപ്പൊ ആദ്യം ബ്ലാക്ക് രണ്ടാമത് റെഡ്, ഓ അതാണ് പ്ലസ്. മറ്റൊരു സാധ്യത ആദ്യം റെഡ് രണ്ടാമത് എന്താണ്? ബ്ലാക്ക്. ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻറ്റു ഇട്ടെഴുതാം. സോ എന്താണ്? P of B1 into P of R2 plus അടുത്തെന്താണ്? P of R1 into നെക്സ്റ്റ് എന്താണ്? P of B2 എന്ന് എഴുതാം. equal to എല്ലാ പ്രോബബിലിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വേണം ഒരിക്കൽ കൂടെ പറയാം. പ്രോബബിലിറ്റി ഓഫ് B1, ആദ്യം എനിക്ക് എടുക്കുന്ന ബോൾ എന്താകണം? ബ്ലാക്ക് ആകണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ആദ്യം ഒരു ബോൾ എടുക്കും, അത് ബ്ലാക്ക് ആകാനുള്ള സാധ്യത മൊത്തം 18. ബ്ലാക്ക് ബോൾ എത്രയാണ് ഉള്ളത്? 10. 10ൽ നിന്ന് 1 10 ഇൻറ്റു എടുത്ത ബോൾ തിരിച്ചിട്ടു. രണ്ടാമത് എടുക്കുന്ന ബോൾ റെഡ് ആയിരിക്കണം. അപ്പൊ മൊത്തം ബോളിന് മാറ്റമില്ല, 18. എനിക്ക് എന്താണ് രണ്ടാമത് വേണ്ടത്? റെഡ് ബോൾ. മൊത്തം 8 റെഡ് ഉണ്ട്, അതിൽ നിന്ന് 1 എടുക്കുക, കഴിയില്ലേ? പ്ലസ് അടുത്തെന്താണ്? P of R1, ആദ്യം ഒരു ബോൾ എടുക്കണം, അത് മറ്റൊരു സാധ്യതയാണ്. ആദ്യം ഒരു ബോൾ എടുക്കണം, മൊത്തം 18. അതിൽ എന്തായിരിക്കണം? എടുക്കുന്ന ബോൾ റെഡ് ആയിരിക്കണം. റെഡ് ആകാനുള്ള സാധ്യത again 8C1 that is 8 ഇൻറ്റു രണ്ടാമത് ഈ എടുത്ത ബോൾ തിരിച്ച് റീപ്ലേസ് ചെയ്തു. അപ്പൊ ടോട്ടൽ ബോൾസ് വീണ്ടും 18. ആ 18 ബോൾസിൽ നിന്ന് ഒരു ബ്ലാക്ക് എടുക്കണം. ബ്ലാക്ക് മൊത്തം എത്ര ഉണ്ട്? 10. സോ 10/18 is equal to എന്ത് കിട്ടും? 10/18 into 8/18. അത് ഓൾറെഡി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചു. എന്താണ്? 20/81. അപ്പൊ ഇതെന്താണ്? 20/81. ഇതും അതേ സംഗതിയല്ലേ? 20/81. 20/81 20/81 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 40/81 എന്ന് കിട്ടും. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് വിടുന്നു. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്. ഈ വർഷവും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡൈ ഈസ് ടോസ്ഡ് thrice. Find probability of getting an odd number at least once. എന്താണ് ഇവിടുത്തെ കഥ? ഒരു ഡൈ എടുക്കുന്നു, ത്രോ ചെയ്യുന്നു, റിസൾട്ട് നോക്കുന്നു. വീണ്ടും ഡൈ എടുക്കുന്നു, ത്രോ ചെയ്യുന്നു, റിസൾട്ട് നോക്കുന്നു. വീണ്ടും ഡൈ എടുക്കുന്നു, ത്രോ ചെയ്യുന്നു. 3 പ്രാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡൈ ത്രോ ചെയ്യുന്നു. ഒരു ഡൈ ത്രോ ചെയ്യുന്നു എത്ര പ്രാവശ്യം? 3 times. That is the experiment. ഓരോ പ്രാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഞാൻ ആ എക്സ്പെരിമെന്റ് ഇവിടെ നടത്തിയത്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. Here we have to find probability of getting an odd number at least once. കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. 3 പ്രാവശ്യം ഡൈ എറിഞ്ഞു, അതിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഒത്തിരി സാധ്യതകൾ ഒത്തിരി ഉണ്ട്. അതെല്ലാം എഴുതുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കേസിലാണ് നമ്മുടെ ഒരു റിസൾട്ട് ഉണ്ട്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. ഇങ്ങനെ ഒത്തിരി പോസിബിലിറ്റീസ് വരുന്ന കേസിൽ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ വളരെ ഈസി ആയിട്ട് പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഹിയർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അറ്റ് ലീസ്റ്റ് വൺസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇതിന്റെ ഓപ്പോസിറ്റ് കേസ് എഴുതുക, ഇതിന്റെ കോംപ്ലിമെന്റ് കേസ് എഴുതുക. എന്താണ്? ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അറ്റ് ലീസ്റ്റ് വൺസ്. കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഓഡ് കിട്ടണം. അതിന്റെ ഓപ്പോസിറ്റ് കേസ് എന്താണ്? ഒരിക്കലും ഓഡ് കിട്ടാൻ പാടില്ല. ഒരു കേസിലും ഓഡ് കിട്ടാൻ പാടില്ല. ഡൈ 3 പ്രാവശ്യം അറിയുന്നു, 3 പ്രാവശ്യവും എന്ത് കിട്ടാൻ പാടില്ല? ഓഡ് കിട്ടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ കിട്ടുന്നതെല്ലാം എന്തായിരിക്കണം? ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. അതായത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇൻ ദ ഓപ്പോസിറ്റ് കേസ് ഗെറ്റിംഗ് ഈവൻ നമ്പേഴ്സ്
in all throws. അല്ലേ? എല്ലാ ത്രോയിലും നമുക്ക് എന്ത് കിട്ടണം? ഈവൻ നമ്പേഴ്സ് കിട്ടണം. which is equal to 1 minus probability of. ആദ്യം ഒരു ഡൈ എടുത്തു, എന്താണ്, ഞാൻ എന്തെങ്കിലും ത്രോ ചെയ്തു, എനിക്ക് എന്ത് കിട്ടണം? ഈവൻ നമ്പർ കിട്ടണം, അത് എ എന്ന് ഇരിക്കട്ടെ. ആൻഡ് വീണ്ടും ഡൈ എടുത്തു, ഞാൻ ത്രോ ചെയ്തു, എനിക്ക് എന്ത് കിട്ടണം? ഈവൻ, അത് എന്തെന്നിരിക്കട്ടെ? ബി. ആൻഡ് വീണ്ടും ഡൈ എടുത്തു, ത്രോ ചെയ്തു, എനിക്ക് എന്ത് കിട്ടണം? ഈവൻ തന്നെ കിട്ടണം, ദാറ്റ് ഈസ് സി എന്നിരിക്കട്ടെ. equal to 1 minus, ഇതെല്ലാം ഇൻഡിപെൻഡന്റ് കേസ് ആണ്, സോ ഇന്റർസെക്ഷൻ ഇൻറ്റു ആക്കി എഴുതാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന് എഴുതാം. equal to 1 minus, എന്താണ് പി ഓഫ് എ? ഡൈ എടുക്കുന്നു, ത്രോ ചെയ്യുന്നു. what is the probability of getting an even number? എ എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ എന്നാണ് ഞാൻ അസ്യൂം ചെയ്തത്. സോ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത എസ് ഈക്വൽ ടു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 2 3 4 5 6. എ എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈവൻ നമ്പർ. സി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈവൻ നമ്പർ തന്നെയാണ്. ഈവൻ നമ്പർ നിങ്ങൾക്കറിയാം, 2 4 6. സംഗതി കഴിഞ്ഞില്ലേ? പി ഓഫ് എ ഈക്വൽ ടു എന്ത് കിട്ടും? ഈവൻ നമ്പർ. ഈവൻ നമ്പർ എത്രയാണ്? 3 ബൈ സാമ്പിൾ സ്പേസിൽ എലമെന്റ്സിന്റെ എണ്ണം 6 ഇൻറ്റു വീണ്ടും രണ്ടാമത്തെ കേസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അഗൈൻ ആൻ ഈവൻ നമ്പർ. ഒരു ഡൈ അറിയുന്നു, വീണ്ടും ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത 3/6. വീണ്ടും എന്ത് തന്നെയാണ്? 3/6 ഈക്വൽ ടു 1 മൈനസ്, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 1/2 1/2, ദാറ്റ് ഈസ് 1/8 ഈക്വൽ ടു 7/8 എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ആ ഇൻഡിപെൻഡന്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ഈ പ്രോബ്ലം ചെയ്യാം. അല്ലാതെയും ഡയറക്റ്റ് ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം, പക്ഷേ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ഈ മെത്തേഡ് പഠിക്കുന്നതാണ് എളുപ്പം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യത്യസ്തമായ ഒരു പ്രോബ്ലം. എ ഡൈ ഈസ് ത്രോൺ. കൺസിഡർ ദ ഇവന്റ്സ് എ സച്ച് ദാറ്റ് appearing number is a multiple of 3. B such that appearing number is even. Check whether A and B are independent. A എന്ന ഇവന്റും ബി എന്ന ഇവന്റും ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. For that, ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്താണ്? A die is thrown. Then what is the sample space we have? S equal to 1 2 3 4 5 6, which is the sample space. Now consider the event. Here A എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏവാ? 3ഉം 6ഉം. സോ എ എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? സെറ്റ് 3, 6. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഈസ് ഈവൻ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിലെ ഈവൻ നമ്പേഴ്സ് 2 4 6. അതാണ് ബി എന്ന് പറയുന്ന ഇവന്റ്. എ എന്ന ഇവന്റും ബി എന്ന ഇവന്റും ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എന്താണ് കണ്ടീഷൻ ഫോർ ഇൻഡിപെൻഡൻസി? Two events A and B are said to be independent if probability of A intersection B equal to P of A into P of B എന്ന് പ്രൂവ് ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനുവേണ്ടി പ്രോബബിലിറ്റീസ് കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോബബിലിറ്റി ഓഫ് A ഈക്വൽ ടു ഫോർമുല n of A by n of S. വെരി സിമ്പിൾ. എയിലെ എലമെന്റ്സിന്റെ എണ്ണം 2 ബൈ സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണം 6 ഈക്വൽ ടു 1/3. Now P of B equal to n of B by n of S is equal to B യിലെ എലമെന്റ്സിന്റെ എണ്ണം 3 divided by sample space 6, that is equal to 1/2. Next we have to find probability of A intersection B. എന്താണ് വേണ്ടത്? probability of A intersection B, which is equal to എന്താണ് ഫോർമുല? n of A intersection B by n of S equal to A intersection B യിലെ എലമെന്റ്സിന്റെ എണ്ണം അറിയണം. അതിനുവേണ്ടി ആദ്യം A intersection B കാണുക. A എന്ന സെറ്റിലും B എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? 6 ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ, that is 6. സോ n of A intersection B എന്ന് പറഞ്ഞാൽ 1 divided by n of S എന്തായിരുന്നു? 6. സോ പ്രോബബിലിറ്റി ഓഫ് A intersection B കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി P of A into P of B കാൽക്കുലേറ്റ് ചെയ്യുക. P of A എന്ന് പറഞ്ഞാൽ 1/3, P of B എന്താണ്? 1/2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1/6, which is equal to 1/6 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? P of A intersection B, which is equal to P of A intersection B. അപ്പോൾ എന്ത് കിട്ടി? P of A intersection B equal to P of A into P of B. Therefore A and B are എന്താണ്? Independent.
ഓക്കെ, ഇതിന് സമാനമായ പ്രോബ്ലം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തു. പക്ഷെ അവിടെ പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ പ്രോബബിലിറ്റീസ് കണ്ടിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡൈ ഈസ് ത്രോൺ ട്വൈസ്. കൺസിഡർ ദ ഇവന്റ്സ് എ സച്ച് ദാറ്റ് odd number on first throw, comma b such that odd number on second throw. Check whether A and B are independent. കഴിഞ്ഞ പ്രോബ്ലം പോലെ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. എന്താണ് എക്സ്പെരിമെന്റ്? എ ഡൈ ഈസ് ത്രോൺ ട്വൈസ്, then sample space 1 1 1 2 etc 1 6 2 1 2 2 etc 2 6 3 1 3 2 etc 3 6 similarly 6 1 6 2 etc 6 6. അങ്ങനെ എത്ര എലമെന്റ്സ് ഉണ്ട്? ടോട്ടൽ 36 എലമെന്റ്സ് ഉണ്ട്. n of s 36 എലമെന്റ്സ് ഉണ്ട്. Here what is the event? A odd number on first throw. ആദ്യത്തെ ത്രോയിൽ എന്ത് കിട്ടണം? odd number. എല്ലാ എലമെന്റ്സും ഞാൻ എഴുതുന്നില്ല, നമ്പർ ഓഫ് എലമെന്റ്സ് എഴുതുന്നതായിരിക്കും എളുപ്പം. n ഓഫ് എ എന്തായിരിക്കും? ഓഡ് നമ്പർ ഓൺ ഫസ്റ്റ് ത്രോ. ഈ ആദ്യത്തെ റോയിലെ എല്ലാ എലമെന്റ് വരത്തില്ലേ? ആദ്യം ഒന്നല്ലേ കിട്ടുന്നത്, ഓഡ് നമ്പർ ആണ്. സെക്കൻഡ് റോയിലെ ഒരു എലമെന്റ് വരത്തില്ല. തേർഡ് റോയിലെ 6 എലമെന്റ് വരും. ഫസ്റ്റ് റോയിലെ 6 എലമെന്റ് ഒന്നും. അടുത്ത തേർഡ് റോയിൽ 3 1 3 2 എക്സെട്രാ 3 6. ആദ്യത്തെ എലമെന്റ് 3 അല്ലേ? ഓഡ് ആണ്. ആ 6 വരും. നെക്സ്റ്റ് 4 1 ഒന്നും വരത്തില്ല. അടുത്ത് ഫിഫ്ത് റോയിൽ 5 1 5 2 എക്സെട്രാ 5 6. ഫസ്റ്റ് നമ്പർ ഓഡല്ലേ? സോ എത്ര എണ്ണം വന്നു? 6. അപ്പോൾ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ 6 വെച്ച് എത്ര എണ്ണം ഉണ്ട്? 18 എലമെന്റ്സ് ഉണ്ട്. ആ 18 എലമെന്റ്സ് എഴുതേണ്ട ആവശ്യം ഇല്ല. സോ n ഓഫ് എ ഈക്വൽ ടു 18. നെക്സ്റ്റ് വാട്ട് ഈസ് n ഓഫ് ബി? അതിനുവേണ്ടി എന്താണ് ബി എന്ന് അറിയണം. ബി എന്താണ്? ഓഡ് നമ്പർ ഓൺ സെക്കൻഡ് ത്രോ. ഓഡ് നമ്പർ ഓൺ സെക്കൻഡ് ത്രോ. രണ്ടാമത്തെ ത്രോയിൽ ഓഡ് നമ്പർ വരണം. 1 1 വരും. അടുത്തെന്ത് വരും? 1 3 വരും. അടുത്ത് 1 5 വരും. എത്ര എണ്ണമായി? 3 എണ്ണം. ഫസ്റ്റ് റോയിൽ 3 എണ്ണമായി. സെക്കൻഡ് റോയിൽ ഏതൊക്കെ വരും? സെക്കൻഡ് ത്രോയിൽ ഓഡ് വരണം. 2 1 വരും, 2 3 വരും, 2 5. അവിടെയും 3. അതിലെ തേർഡ് റോയിൽ ഏത് വരും? 3 1. സെക്കൻഡ് എലമെന്റ് ആണ് എന്ത് വരേണ്ടത്? ഓഡ്. ഓഡ് നമ്പർ ഓൺ സെക്കൻഡ് ത്രോ. അപ്പൊ തേർഡ് റോയിൽ എന്ത് വരും? 3 എണ്ണം വരും. ഫോർത്ത് റോയിലും 3 എണ്ണം വരും. ഫിഫ്ത് റോയിലും 3 എണ്ണം വരും. സിക്സ്ത് റോയിലും എന്ത് വരും? 3 എണ്ണം വരും അല്ലേ? സോ എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് അഗൈൻ എന്ത് തന്നെയാണ്? 18. 1 2 3 4 5 6. യെസ്, 18 എന്ന് കിട്ടും. കഴിഞ്ഞു. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം അതുകൂടെ കണ്ടുപിടിച്ച് വെക്കുക. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാണ്? എയിലും ബിയിലും. എ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓൺ ഫസ്റ്റ് ത്രോ, ബി എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓൺ സെക്കൻഡ് ത്രോ. അതായത് ആദ്യവും രണ്ടാമതും ഓഡ് നമ്പർ വേണം. അതാണ് എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സ്. ഏതൊക്കെ വരും? 1 1. രണ്ട് ത്രോയിലും ഓഡ് വന്നു. അതേപോലെ 1 3. ദെൻ എന്താണ്? 1 5. ഫസ്റ്റ് റോയിൽ 3 എലമെന്റ്സ് വരും. സെക്കൻഡ് റോയിൽ രണ്ടും ഓഡ് വരുന്ന ഏതെങ്കിലും പോസിബിൾ ആണോ? അല്ല. തേർഡ് റോയിൽ ഏതൊക്കെ വരും? 3 1 3 3 3 5. 3 എലമെന്റ്സ്. ഫോർത്ത് റോയിൽ 4 1 4 2 ഏതെങ്കിലും വരുമോ? രണ്ടും ഓടുള്ളത് ഇല്ല. ഫിഫ്ത് റോയിൽ അഗൈൻ എന്ത് വരും? 3 എലമെന്റ്സ് വരും. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് എന്താണ്? 9. പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഓരോന്നിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. പി ഓഫ് എ ഈക്വൽ ടു n ഓഫ് എ ബൈ n ഓഫ് എസ് ഈക്വൽ ടു n ഓഫ് എ 18 ബൈ 36. സാമ്പിൾ സ്പേസിൽ എലമെന്റ്സിന്റെ എണ്ണം 36 ഈക്വൽ ടു 1/2. സിമിലർലി പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു n ഓഫ് ബി ബൈ n ഓഫ് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു അഗൈൻ 18 ബൈ 36. ശരിയല്ലേ? n of b 18 by 36 that is equal to 1/2. Now probability of a intersection b equal to n of a intersection b by n of s is equal to a intersection b elements in 9 by n of s that is 36. That is equal to 1/4 എന്ന് കിട്ടും. നെക്സ്റ്റ് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈ കണ്ടീഷന്റെ p of a into p of b equal to P of A എന്തായിരുന്നു? 1/2. P of B 1/2. 1/2 into 1/2 that is equal to 1/4. ആ 1/4 എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? P of A intersection B. So which is equal to എന്തെന്ന് എഴുതാം? P of A intersection B. എന്ത് കിട്ടി? Probability of A intersection B equal to P of A into P of B. Therefore A and B are independent. Simple ആണ്, മനസ്സിലാക്കി പഠിക്കൂ. Question. One card is drawn from a deck of 52 cards. Consider the events A such that the card drawn is a spade, B such that the card drawn is an ace. Check whether A and B are independent.
ഇവിടുത്തെ കഥ എന്താണ്? എ പാക്ക് ഓഫ് 52 കാർഡ്സ് ഉണ്ട്. ആ പാക്കിൽ നിന്ന് ഒരു കാർഡ് ഞാൻ എടുക്കുന്നു. എ എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ആ എടുത്ത കാർഡ് സ്പെയ്ഡ് ആയിരിക്കണം. ബി എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ആ എടുത്ത കാർഡ് എന്തായിരിക്കണം? എയ്സ്. ഈ കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്ന് ഓടിച്ച് പറയാം. എ പാക്ക് ഓഫ് കാർഡ് കണ്ടെയ്ൻസ് എന്താണ്? 52 കാർഡ്സ് ഇൻ വിച്ച് 26 റെഡ് 26 ബ്ലാക്ക്. ഈ 26 റെഡിൽ 13 കാർഡ്സ് ഹാർട്ടിന്റെ സിമ്പൽ ഉള്ളതും 13 കാർഡ്സ് ഡയമണ്ടിന്റെ സിമ്പൽ ഉള്ളതുമാണ്. 26 ബ്ലാക്കിൽ 13 കാർഡ്സ് ക്ലബും 13 കാർഡ്സ് എന്താണ്? സ്പെയ്ഡും ആണ്. ഈ 13 കാർഡ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? കിങ്, ക്യൂൺ, ജാക്ക്, എയ്സ്, KQJA, then numbers 2, 3, etc. up to 10. ഇതേപോലെ സംഗതി എവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കിങ്സ് എത്ര എണ്ണം ഉണ്ട്? മൊത്തം 4 കിങ് ഉണ്ട്. എത്ര റെഡ് കിങ് ഉണ്ട്? റെഡ് കിങ് 2. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. സോ ഹിയർ എന്താണ് എക്സ്പെരിമെന്റ്? 1 കാർഡ് ഈസ് ഡ്രോൺ ഫ്രം 52 കാർഡ്സ്. 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു എങ്കിൽ n of s എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി. 52ൽ നിന്ന് ഒന്ന് എടുക്കുന്നു. 52C1, that is 52. സോ n of s കിട്ടി. Now A എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു കാർഡ് എടുക്കുന്നു, ആ കാർഡ് സ്പെയ്ഡ് ആയിരിക്കണം. മൊത്തം സ്പെയ്ഡ് എത്ര എണ്ണം ഉണ്ട്? 13 കാർഡ്സ്. ഈ 13ൽ നിന്ന് ഒന്ന് എടുക്കുന്നു. സോ n of A എന്ന് പറഞ്ഞാൽ 13C1, that is 13. Now n of B equal to എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കാർഡ് ഡ്രോൺ ഈസ് ആൻ എയ്സ്. മൊത്തം എത്ര എയ്സ് ഉണ്ട്? 4 എയ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 1, 4C1, that is 4. Now n of A intersection B അത് കൂടെ കണ്ടുപിടിച്ച് വെക്കുക. A എന്ന് പറഞ്ഞാൽ എടുക്കുന്ന കാർഡ് സ്പെയ്ഡ് ആയിരിക്കണം. B എന്ന് പറഞ്ഞാൽ എയ്സ്. രണ്ടും കോമൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെയ്ഡുമായിരിക്കണം, എയ്സുമായിരിക്കണം. സ്പെയ്ഡുമായിരിക്കണം, എയ്സുമായിരിക്കണം. സ്പെയ്ഡുമായിരിക്കണം, അറ്റ് ദ സെയിം ടൈം എയ്സുമായിരിക്കണം. അങ്ങനത്തെ കാർഡ് എന്തേ ഉള്ളൂ? ഒരൊറ്റ എണ്ണം മാത്രമേ ഉള്ളൂ. സോ n of A intersection B എന്താണ്? 1. പറഞ്ഞ പിടിയിട്ടായിരുന്നോ? A intersection B അല്ലെ? സ്പെയ്ഡും ആകണം, എടുക്കുന്ന കാർഡ് സ്പെയ്ഡും ആകണം, എയ്സും ആകണം. സ്പെയ്ഡിൽ എയ്സ് എന്തേ ഉള്ളൂ? ഒരൊറ്റ എണ്ണം മാത്രമേ ഉള്ളൂ. സോ n of A intersection B 1. ഇനി വെരി സിമ്പിൾ. പ്രോബബിലിറ്റി ഓഫ് A ഈക്വൽ ടു നിങ്ങൾക്കറിയാം n of A by n of S. That is equal to n of A 13 by n of S, that is 52. 13 by 52 simplifyable 1/4. Next, what is probability of B? n of B by n of S. That is equal to n of B എന്താണ് ഇപ്പോൾ കിട്ടിയത്? 4 by 52. That is equal to 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 എന്ന് വരും. Next, probability of A intersection B equal to n of A intersection B by n of S. That is equal to A intersection B elements 1 by n of S എന്തായിരുന്നു? 52. നെക്സ്റ്റ് നമ്മുടെ എയിം എന്താണ്? എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി റൈറ്റ് ഹാൻഡ് സൈഡ് P of A into P of B കണ്ടുപിടിക്കുക. P of A into P of B equal to P of A 1/4 into P of B 1/13 is equal to multiply ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/13 into 4, that is 52, which is equal to 1/52 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A intersection B. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പ്രോബബിലിറ്റി ഓഫ് A intersection B equal to P of A into P of B. Therefore A and B are independent. Very simple. Question. One card is drawn from a deck of 52 cards. Consider the events A such that the card drawn is black. B such that the card drawn is king. Check whether A and B are independent. ഈ രണ്ട് ഇവന്റ്സും ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്താണ്? 52 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. സോ n of s എന്തായിരിക്കും? 52ൽ നിന്ന് ഒന്ന് എടുക്കുന്നു. 52C1, that is 52. നെക്സ്റ്റ് A എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ദ കാർഡ് ഡ്രോൺ ഈസ് എ ബ്ലാക്ക്. ഞാൻ എടുക്കുന്ന കാർഡ് എന്തായിരിക്കണം? ബ്ലാക്ക് ആയിരിക്കണം. മൊത്തം എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ട്? 26. ആ 26ൽ നിന്ന് ഒന്ന് എടുക്കുക. 26C1, that is 26. നെക്സ്റ്റ് B എന്താണ്? കാർഡ് ഡ്രോൺ ഈസ് എ കിങ്. ഞാൻ എടുക്കുന്ന കാർഡ് എന്തായിരിക്കണം? കിങ്. കിങ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ഈ 4ൽ നിന്ന് ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ 4C1, that is 4. So n of B 4. Now n of A intersection B. എടുക്കുന്ന കാർഡ് ബ്ലാക്കുമായിരിക്കണം, കിങ്ങുമായിരിക്കണം. ബ്ലാക്കുമാകണം, കിങ്ങും. ബ്ലാക്കുമാകണം, കിങ്. ബ്ലാക്കുമാണ്, ഇതെന്താണ്? കിങ്ങുമാണ്. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. സോ 2ൽ നിന്ന് ഒന്നെടുക്കുക അല്ലെ? 2 കാർഡ് ഉണ്ട്, ഒന്നെടുക്കുക. 2C1, that is എന്താണ്? 2. സോ
Probability of A equal to n of A by n of S. 26 by 52. നിങ്ങൾക്കറിയാം. That is equal to 1 by 2. Now P of B equal to കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ n of B by n of S. That is 4 by 52. That is equal to 1 by 13. Now probability of A intersection B equal to n of A intersection B. That is 2 by n of S എന്തായിരുന്നു 52. That is 1 by 26. Now P of A into P of B equal to P of A 1 by 2 into 1 by 13 is equal to എന്ത് കിട്ടി 1 by 26 which is equal to P of A intersection B. ഇത് ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് പറയും A and B are not independent എന്ന് പറയും. ഇവിടെ എന്ത് കിട്ടി P of A intersection B equal to P of A into P of B എന്ന് കിട്ടി. Therefore A and B are independent. ഇത്രയുമാണ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ട് സംഗതികളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് കണ്ടീഷണൽ പ്രോബബിലിറ്റി, അത് ആദ്യ 2 എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, അത് കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമായി ഡിസ്കസ് ചെയ്തു. ഈ 2 പോർഷനിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ഈ വർഷത്തെ എക്സാമിനേഷൻ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ 6 മുതൽ 8 മാർക്ക് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ 6 മാർക്കും തീർച്ചയായും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഡേ പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.